നമസ്കരിക്കുന്ന രാത്രിയൊക്കെ ഒരുപാട് ദീർഘമായി നിസ്കരിച്ചിട്ട് കാലിന് നീര് വരാറുണ്ടായിരുന്നു റമദാൻ അല്ലാത്തൊരു സമയത്ത്. എന്നാൽ റമദാൻ കൂടെ വരുമ്പോൾ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, കാന ഇദാ ദഖലൽ അശ്റ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ, അഹ്യൽ ലൈൽ, പിന്നെയുള്ള രാത്രികൾ ഹയാതാക്കും, ആ രാത്രി ഹയാതാക്കും എന്ന് പറഞ്ഞാൽ രാത്രി ഒരുപാട് സമയം അങ്ങ് നിസ്കരിക്കും, ഖിയാമുണ്ടാകും. വലിയ ഇഅ്തികാഫ്, ഒരുപാട് സമയം പള്ളിയിൽ മാത്രം ചിന്തകളായി ആരാധനയിലായി ചെലവഴിക്കും. വൽ ഖുർആൻ, ധാരാളം ഖുർആനിന്റെ പാരായണം കൊണ്ട് രാത്രി സജ്ജമാക്കും. വദ്ദിക്രി വദ്ദുആഇ, ധാരാളം ദിക്ർ ദുആകൾ അധികരിപ്പിച്ചുകൊണ്ട് രാത്രി ഹയാതാക്കും. പള്ളിയിൽ വരാൻ പ്രയാസമുണ്ടോ? വീട്ടിൽ ഇത് ചെയ്യാം. ഇഅ്തികാഫ് വീട്ടിൽ നടക്കൂല. എന്നാൽ രാത്രിയിലുള്ള നന്മകൾ അധികരിപ്പിക്കുക എന്നത് അതിന്റെ ഭാഗമാണ്. തന്റെ അരമുണ്ട് മുറുക്കി ഉടുത്തൊരു വല്ലാത്ത ജാഗ്രതയുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു, ഒരു ഒരുക്കുണ്ടായിരുന്നു. ഒരുങ്ങണം, നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ മാത്രം പള്ളിയിൽ ഇരിക്കുന്നു, ഭാര്യ ഫോണിലാണ്, മക്കള് അങ്ങാടിയിലാണ്. അവരതാ 420 മറ്റും സാധനങ്ങളും തിന്നും കുടിച്ചും അങ്ങാടിയിൽ നടക്കുകയാണ്. ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞ് കുടുംബസമേതം കറങ്ങി നടക്കുകയാണ്. പ്രവാചകന്റെ ചരിത്രം പറയാണ്, ഈ ആരാധനയിലേക്ക് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി കൊണ്ടുവരികയാണ്. എല്ലാവർക്കും കിട്ടണം ഇതിന്റെ മൂല്യം. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയും പകലിലും ഒരു വേറിട്ട ജീവിതമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഖുർആനിനെ പരിശോധിക്കാറുണ്ടായിരുന്നു. നബിതങ്ങൾ ജിബ്രീൽ വരുന്ന സമയത്തെക്കുറിച്ച് പറയാണ്, അജ്വദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദാനം ചെയ്യുന്നത് നബിയായിരുന്നു. നബിക്ക് എത്ര കോടിന്റെ ആസ്തി ഉണ്ട്, എത്ര വലിയ ബിസിനസ് ഉണ്ട്? ഒന്നുമില്ല. പക്ഷെ ഉള്ളതെന്താണോ അത് കൊടുക്കാനുള്ള മനസ്സായിരുന്നു. നമ്മൾ ഇപ്പോഴും ആലോചിക്കുകയാണ്, കളക്ഷൻ കൂടുതലാണ്, സ്ഥാപനങ്ങളുടെ പൈസ ഒരുപാട് ആവശ്യങ്ങൾ ചെലവ് വരികയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പിരിവാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇഖ്ലാസോടെ നമ്മൾ ചെയ്യാൻ, നമ്മുടെ കഴിവ് നമുക്കറിയാം. ഇത് കൊടുക്കുന്ന മനുഷ്യന്റെ ഗുണമെന്താണ്? അള്ളാന്റെ ഖുർആൻ പറയാണ്, വമാ അൻഫഖ്തും മിൻ ശൈ, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ ഫഹുവ യുഖ്ലിഫുഹു, അല്ലാഹു അതിന് പകരം വേറെ തരും. നിങ്ങൾക്ക് നഷ്ടം വരൂല. കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും നാശനഷ്ടം വരൂല, നിങ്ങൾക്ക് പകരം തരും. വഹുവ ഖൈറുർ റാസിഖീൻ, ഏറ്റവും നന്നായി റിസ്ക് തരുന്നത് അല്ലാഹയാണ്. ഞാനിതൊക്കെ കൊടുത്താൽ എനിക്ക് റമദാൻ കഴിഞ്ഞ പിന്നെ ജീവിക്കണ്ടേ? അല്ലാഹ് തരും. പരിഹാരം പടച്ച റബ്ബ് തുറന്നിട്ട് തരും. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് വിളിച്ച് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. മലക്കാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്നവർക്ക് പകരം കൊടുക്കണേ അല്ലാഹ്. ഇബ്നുൽ മൻസൂർ റഹിമഹുല്ലാഹ് പറയാണ്, മലക്കാണ് പ്രാർത്ഥിക്കുന്നത്. വദുആഉൽ മലായികത്തി മുജാബുൻ, മലക്കുകൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. ആകയാൽ നമ്മൾ ദാനം ചെയ്യുക. എന്തൊക്കെ ദാനം ചെയ്യാം? വെറും പണം മാത്രം ചിന്തിക്കല്ലേ. വസ്ത്രമാകാം, വെള്ളമാകാം, ഈത്തപ്പഴമാകാം. കഴിയുന്ന നമ്മുടെ മേഖലക്കനുസരിച്ചുകൊണ്ട് എന്താണോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്രയെത്ര മനുഷ്യരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ. അവരെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? വീടിന്റെ പണി പൂർത്തിയാകാതെ സ്വന്തമായി നല്ല പോലെ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ പറ്റുമോ? പെരുന്നാളായി നമ്മളൊക്കെ കുടുംബസമേതം 2-3 തരം നോക്കി നല്ല ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഈ നാട്ടിലെ 50-ലേറെ കുട്ടികളുടെ കണക്കെടുത്ത് വസ്ത്രം മേടിക്കാൻ പ്രയാസപ്പെടുന്നവർ നമ്മൾ എത്ര പേര് സഹകരിച്ചു? 1300 രൂപയുടെ ഈദ് കിസ്വ എന്ന പ്രൊജക്ട് പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾക്ക് വസ്ത്രം മേടിക്കാനാണ്. സഹകരിക്കണം. കഴിയുന്ന പോലെ ഫുള്ളെങ്കിൽ ഫുള്ള്, പകുതിയെങ്കിൽ പകുതി. നമ്മൾ സന്തോഷിക്കുന്നു, നമ്മുടെ കുടുംബം സന്തോഷിക്കുന്നു. അതില്ലാത്തവന്റെ വേദന മനസ്സിലാക്കുന്നു. രോഗികളായ എത്ര പേരാണ് ദിവസവും ആശുപത്രി ചെലവുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ.
ഈ അടുത്തൊരു പള്ളിയിലൊരു സഹോദരൻ വന്നു. അദ്ദേഹത്തിന്റെ രോഗം ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതിന് 10 കൊല്ലമായി ആ മനുഷ്യൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തെ ഒരു നേരത്തെ ഗുളികയ്ക്ക് 500 രൂപ. ഒരു ദിവസം 2 ഗുളിക അദ്ദേഹത്തിന് സ്ഥിരമായി മുടങ്ങാതെ 10 കൊല്ലമായി കഴിക്കണം. ഒരു ദിവസം 2 ഗുളികക്ക് വേണ്ടി 1000 രൂപ. നമ്മൾ ഇന്ന് എത്ര സുഖത്തിലും എത്ര അള്ളാഹുവിനോട് സ്തുതി പറയണമെന്ന് ചിന്തിക്ക്. ഇത് കഷ്ടപ്പെടുന്നവന്റെ വേദനയ്ക്ക് പകരമാകാൻ ഒരു ഗുളികക്ക്, ഒരു മരുന്നിന്, ഒരു സൂചി വെക്കാൻ, ഒരു ഡയാലിസിസിന് നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സ്വതക്കയിൽ നിന്ന് പോകണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് അവർ നന്നായി പണം ചെലവഴിക്കും. ഒരുപാട് കാലം കൂലി കിട്ടുന്ന ജാമ്യ പോലെയുള്ള സ്ഥാപനങ്ങൾ, റേഡിയോ സംവിധാനങ്ങൾ, ചെറിയ സംഖ്യ കൊണ്ട് കൊല്ലങ്ങളോളം പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റുന്ന മേഖലകൾ നമ്മൾ ചിന്തിക്കണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആര്? ഇനി പറയുന്ന സ്വഭാവമുള്ളവര്. ഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാന, അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈമാൻ കൂടും. പ്രസംഗം കേട്ടാൽ ഈമാൻ കൂടണം. ആയത്ത് ഉദ്ധരിച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഈമാൻ കൂടുന്നവരാ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഈമാൻ കൂടുക, അത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കുന്നവരാണ്. അടുത്ത ശ്രദ്ധിക്ക്, അല്ലദീന യുഖീമൂനസ്സലാ, അവർ നമസ്കാരം കൃത്യനിഷ്ഠമായി പാലിക്കുന്നവരാണ്. അതോടൊപ്പം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് കൊടുത്തതിൽ നിന്ന്, പടച്ചോൻ തന്നതിൽ നിന്ന് അവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതിൽ ചെലവഴിക്കുന്നവരാണ്. അവരാണ് ഒറിജിനൽ മുഅ്മിനീങ്ങൾ. ആ പ്രയോഗം തന്നെ എത്ര കൃത്യമായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ഈ ദിനങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ പോലും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ എന്തിൻ്റെയൊക്കെയോ തിരക്കിലാണ്, നമ്മൾ എന്തിൻ്റെയൊക്കെയോ പ്ലാനിങ്ങിലാണ് പോണത്. ഒന്ന് തിരിച്ചു പഠിക്കണം. ആയുസ്സാണ് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന റമദാൻ ആർക്കുണ്ടാകുമെന്ന്, ആരൊക്കെ ജീവിതത്തിൽ വരുമെന്നാരൊക്കെ അവിടെ ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയാത്ത ഒരു ചാൻസ്. ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ ആ ഹുർമത്ത് നഷ്ടപ്പെടുത്തിയോ അവൻ എല്ലാ ഖൈറും നഷ്ടപ്പെടാൻ പോവാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഅ്തികാഫിനെ കുറിച്ച് ചിന്തിക്കണം. ഇഅ്തികാഫിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, നമുക്ക് വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഉണ്ടാകാം, കഴിയുന്ന സമയമെങ്കിൽ. 24 മണിക്കൂർ തന്നെ വേണമെന്നൊന്നുമില്ല. 2 മണിക്കൂറുള്ള പറ്റുമെങ്കിൽ 2 മണിക്കൂർ ഇരിക്ക്. നിന്റെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് പള്ളിയിലങ്ങ് വന്ന് ഇരുന്ന് മറ്റു വർത്താനങ്ങളൊക്കെ ഒഴിവാക്കി ലുസൂമൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ തന്നെയും ചടഞ്ഞു കൂടി ഇബാദത്തുകളിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞുകൂടലാണ് ഇഅ്തികാഫ്. അതിന് സാധ്യമാകുന്നവർ പകല് കഴിയുന്നവർ പകല്, രാത്രിയാകുന്നവർ രാത്രി, അങ്ങനെ കഴിയാവുന്ന പോലെ. ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുള്ള എത്ര പരാമർശങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ കഅബാലയം പണിതുയർത്തിയ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബിനോട് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും ഈ കഅബ നന്നായി വൃത്തിയാക്കണം. കഅബയുടെ പരിപാലനം പറഞ്ഞു കൊടുക്കുക. എന്റെ ഭവനം നിങ്ങൾ 2 ആളും വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. ആർക്ക് വേണ്ടി? ലിത്വാഇഫീന, അവിടെ തവാഫ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടി. വൽ ആകിഫീന, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി. വറുക്കഇസ് സുജൂദ്, റുകൂഇലും സുജൂദിലുമായി അവിടെ കഴിയുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി നന്നായി വൃത്തിയാക്കണം. അന്ന് പറഞ്ഞതാണ് ഇഅ്തികാഫ്. പള്ളിയിൽ കഅബയിൽ ഇരിക്കുക. ഇനി നബിതങ്ങൾ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം കാണാൻ സാധിക്കും. അവിടുത്തെ പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട്, നബിതങ്ങളുടെ റമദാനിൽ, എല്ലാ റമദാനിലും ഇഅ്തികാഫ് ഉണ്ട്. എല്ലാ റമദാനിലും ഉണ്ട്. അവസാനത്തെ റമദാനിൽ 20 ദിവസമാണ് ഇരുന്നത്. ഹത്താ തവഫാഹു, നബി മരിക്കുന്നത് വരെ അതുണ്ടായിരുന്നു. പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാര് ഇഅ്തികാഫിരുന്നിരുന്നു. നേരത്തെ നബി തങ്ങൾ ഭാര്യമാരുടെ കൂടെയാണ്, കുടുംബത്തിന്റെ കൂടെയാണ്. അവർ മറ്റൊരു വശത്ത്, പ്രവാചകൻ ഇപ്പുറത്ത് പുരുഷന്മാരുടെ വശത്ത്.
കുടുംബം ഇഅ്തികാഫിലായിരുന്നു. പ്രവാചകന്റെ മരണശേഷം ഭാര്യമാർ ഒരു ഹറാമായ കാര്യമായിരുന്നുവെങ്കിൽ അവർ അത് അനുഷ്ഠിക്കുമോ? ഇല്ല, അവർ തുടർന്ന് ഇഅ്തികാഫ് ചെയ്തു. ഇസ്ലാമിൽ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം. അവർക്കും വൃത്തിയായി നല്ല രൂപത്തിൽ സൗന്ദര്യങ്ങളും ആഡംബരങ്ങളൊന്നുമില്ലാതെ മാന്യമായി പള്ളികളിൽ വരാം, നമസ്കരിക്കാം, ക്ലാസ്സുകൾ പങ്കെടുക്കാം, ഇഅ്തികാഫ് ഇരിക്കാം, ഇസ്ലാം വെച്ച നിബന്ധനകളൊക്കെ പാലിച്ച്. അള്ളാന്റെ ഖുർആനിൽ റമദാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ ഇടയിൽ ഒരായത്തുണ്ട്, വലാ തുബാഷിറൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചുംബിക്കരുത്, വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, പള്ളികളിൽ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ. ഖുർആനിലായി പറയുന്നത്. അപ്പോൾ പള്ളിയിലാണെങ്കിൽ ഭാര്യമാര് ചുംബിക്കരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവർക്ക് അനുവദനീയമാണ് ഇഅ്തികാഫ്. എന്നാൽ ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ഇഅ്തികാഫ് മുറിഞ്ഞു പോകും. ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുക, അയാൾ ആവശ്യമില്ലാതെ അങ്ങനെ അങ്ങാടി കൂടെ ഓരോ കാര്യങ്ങൾക്ക് മേടിക്കാൻ പോവുക, പിന്നെ അടുക്കന് വന്നിരിക്കുക, അയാൾ ഇഅ്തികാഫ് ബാത്തിലാവും. ഇരിക്കുന്ന സമയം നിയ്യത്തോടുകൂടെ പൂർണ്ണമായി പള്ളിയിലേക്ക് അയാൾ മാറണം. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. അതേത് ആവശ്യം, ഏത് അത്യാവശ്യം നമ്മൾ ചിന്തിക്കണം. പള്ളിനകത്ത് അനാവശ്യമായ കളിച്ചിരി തമാശകൾ കൊണ്ട് നശിപ്പിക്കരുത്. മൊബൈലിന്റെ മിസ്യൂസിങ്, ആ സന്ദർഭങ്ങൾ വരരുത്. വെറും ഉറക്കം മാത്രമാകരുത്. തീറ്റയും കുടിയുമായി മാത്രം ഇഅ്തികാഫിനെ മാറ്റരുത്. മറിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് സംസാരമാകാം, കൂടിയാലോചനകളാവാം. ഉറക്കം വരുമ്പോൾ അല്പം ഉറങ്ങാം, അതൊന്നും വിരോധിക്കപ്പെട്ടതല്ല. എന്നാൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്താൻ ശുദ്ധമായ മനസ്സുമായി കൂടുതൽ സമയം ഇബാദത്തിൽ വരിക. എന്താ? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഇരുത്തം. അങ്ങനെ രാത്രി ഉണ്ടോ? അങ്ങനെ ഒരു രാത്രി ഉണ്ട്. അത് എല്ലാ വർഷത്തിലുമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ദുഹാനിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ 3-ാമത്തെ ആയത്ത് വരെ പറഞ്ഞ ആ ഭാഗം നോക്കൂ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതാണ് ആ രാത്രി? അടുത്ത ആയത്തിൽ പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മറ്റൊരായത്തിൽ അത് വിശദീകരിച്ച് പറഞ്ഞു, അത് ലൈലത്തുൽ ഖദറാണ്, അത് 1000 മാസത്തേക്കാൾ പോരിശയുള്ളൊരു രാവാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലാണേ. നമുക്കൊരായുസ് കിട്ടുമോ? 83 കൊല്ലം ജീവിക്കാൻ നമുക്ക് കിട്ടുമോ? ആ കിട്ടാത്തവൻക്കും ലഭിക്കും അതിൻ്റെ പുണ്യം. ആ ഒരൊറ്റ രാത്രി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലേ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവ്, ഖുർആൻ ഇറങ്ങിയ രാവ്, അനുഗ്രഹീതമായ രാത്രി. 1000 മാലാഖമാർ, 1000 മാസത്തേക്കാൾ പോരിശയുള്ള മഹത്വമേറിയ രാത്രി. ജിബ്രീൽ അടക്കമുള്ള മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന രാത്രി. പ്രഭാത സമയം വരേക്കും അള്ളാഹുവിൻ്റെ പ്രത്യേക സമാധാനം ഇറക്കി തരുമെന്ന് പറഞ്ഞു. എന്നിട്ടും ആളുകൾ പറയാണ്, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ലൈലത്തുൽ ഖദറൊക്കെ എന്നോ കഴിഞ്ഞു പോയിക്കണു, ഇനി ലൈലത്തുൽ ഖദറൊന്നും വരൂല എന്നാണ് ചില മനുഷ്യന്മാർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാണ്, ഫൽതമിസൂഹാ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. കഴിഞ്ഞു എന്നല്ല പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. ഫിത്താസിഅ 27-നോ, വസ്സാബിഅ 29-നോ, വസ്സാബിഅ 27-നോ, വൽ ഖാമിസ 25-നോ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഒറ്റയിട്ട രാവ് പ്രതീക്ഷിക്കാൻ. മറ്റൊരു റിപ്പോർട്ടിൽ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അവസാനത്തെ 10 മൊത്തമുണ്ട്, എന്നാലും അതിൽ കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒറ്റയിട്ട രാവുകൾ നമ്മുടെ നാട്ടിൽ ചൂഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. 27-ാം രാവിൻ്റെ അന്ന് പള്ളിയിൽ ഇഅ്തികാഫിരിക്കേണ്ട മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് ഒരു മെസ്സേജ് വരും, ഞങ്ങളുടെ പാടത്തേക്ക് വന്നോളൂ, ഗ്രൗണ്ടിൽ വന്നോളൂ, ഇവിടെ തൗബയുണ്ട്, ഇവിടെ സ്വലാത്തുണ്ട്, ഇവിടെ നബിയെ നേരിട്ട് സ്വപ്നം കാണാനുള്ള കറാമത്ത് കഥകളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കൂലിയും തൗബയും പുണ്യവുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പള്ളിയിലിരിക്കുക. ആ പുരോഹിതന്മാരുടെ ചാക്ക് നിറക്കാൻ, പണച്ചാക്ക് നിറക്കാൻ, ആ പുരോഹിതന്മാരുടെ ആത്മീയ വാണിഭത്തിന് കൊഴുപ്പ് പകരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് സ്വാഗതം. ചൂഷണമാണ്, തികഞ്ഞ ചൂഷണം. 27-ാം രാവിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്നത് മുഴുവൻ, അല്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളുടെ മഹത്വം പഠിപ്പിക്കുന്നതിന്റെ മുഴുവൻ അവർ ഇബാദത്തുകളിൽ, പള്ളികളിൽ ചെലവഴിക്കണമെന്നുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ ലേഖനം. ഒരു സംശയമില്ല.
ഒരങ്ങാടിക്കും ഒരു പാടത്തിനും അതിൻ്റെക്കാൾ പോലീശ വേറെ കൊടുത്തിട്ടില്ല ഈ പള്ളികളിൽ ഇരിക്കുന്നതിനേക്കാൾ. എന്നാൽ ഈ കൗമിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു. ഇനി ചിലർ പാടത്തേക്ക് വിട്ടില്ലെങ്കിലും പള്ളികളിൽ ദീൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ഇരുത്തിയാരാവാണെന്ന് പറയുന്നു. എല്ലാ മനുഷ്യന്മാരും അതിൻ്റെ കിട്ടാൻ വേണ്ടി വരും. അവരെ കൊണ്ട് ദീനിലില്ലാത്ത ദിക്ർ, ദീനിലില്ലാത്ത സ്വലാത്തുകൾ, ദീൻ പഠിപ്പിക്കാത്ത പല ചടങ്ങുകൾ കൊണ്ടുവന്ന് നിറച്ച് നശിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട. ഇമാം സുഫിയാനു സൗരിയെ പോലെ പണ്ഡിതന്മാര് പറഞ്ഞു, അവസാന 10 വന്നാൽ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ടും കഠിനമായി അധ്വാനിച്ചുകൊണ്ടും കുടുംബക്കാരെ ഒന്നിണക്കി ഇബാദത്തിൽ മുഴുകി കൊണ്ടുപോകുവാനുമാണ് എനിക്കിഷ്ടമെന്ന് സുഫിയാനി സൗരി റഹിമഹുല്ലയെ പോലെയുള്ള താബഈങ്ങൾ പറയുന്നുണ്ട്. അത് ഷോപ്പിങ്ങിനും അങ്ങാടി കറക്കങ്ങൾക്കും അതുപോലെ തന്നെ അനാവശ്യമായ പുറത്തിറങ്ങി വിലസുന്നതിനും ദയവ് ചെയ്ത് നല്ലൊരു മുഅ്മിനാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അതൊരു തരം അപമാനിക്കുന്ന പ്രവർത്തനമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നണം. അവസാനത്തെ 10 ദിനങ്ങൾ മുഴുവൻ അങ്ങാടിത്തിരക്കുകൾ ഉണ്ടാക്കുന്നതിനായി നമ്മൾ പോകുന്നുവെങ്കിൽ എത്ര ദുഷ്കരമാണ് അതിൻ്റെ അപകടമെന്ന് ആലോചിച്ച് നോക്ക്. മാത്രമല്ല, നമുക്ക് ഈ ദിനങ്ങളിൽ ഇതുവരെ കരയാത്തവർ ഒന്ന് കരയേണ്ട ദിനങ്ങളാണ്. ഇതുവരെ 2 പൊട്ടിക്കരയാത്തവർ കരയണം ഒറ്റയ്ക്കിരുന്നിട്ട്. എന്ത് പ്രശ്നമാണ്? സ്വന്തം പാപങ്ങൾ പടച്ചോൻ പുറത്തു കിട്ടണമെന്ന നീയത്തിലിരുന്ന് കരയണം നമ്മൾ. ഒറ്റക്കൊരു മനുഷ്യൻ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നു. അവനിങ്ങനെ ഇരുന്ന് അള്ളാനെ കുറിച്ചോർത്ത്, അള്ള തന്ന നിഅമത്താലോചിച്ച്, അള്ള നൽകുന്ന പരീക്ഷണങ്ങൾ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്നവനാണെങ്കിൽ അള്ളാന്റെ തണല് കിട്ടുമെന്നാ പറഞ്ഞത്. ചില കണ്ണുകളെ നരകം തൊടൂല, ചില കണ്ണുകൾ നരകത്തിൽ വീഴൂല. ആരാണ്? ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാനെ പേടിച്ചിട്ട് നെഞ്ചകം പൊട്ടി കരയുന്ന അടിമകളുടെ കണ്ണ് നരകത്തിലെത്തൂല എന്ന ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ കുറിച്ചോർക്കുക, അള്ളാന്റെ അദാബിനെ കുറിച്ചോർക്കുക, അള്ളാഹ് തന്ന നിഅമത്തിനെ കുറിച്ചോർത്തൊന്ന് കരഞ്ഞ് കണ്ണുനീർ പൊഴിക്കുന്ന കണ്ണുകളായി വിനയാന്യതരായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാവട്ടെ. ഇനിയുള്ള ദിനങ്ങളെങ്കിലും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യത്തെ മഹത്വത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സവിശേഷതകൾ പറയുന്ന ആയത്തുകൾക്കിടയിൽ സൂറത്തുൽ ബഖറയിൽ ആ കാര്യങ്ങളെല്ലാം, അത് നോമ്പുമായും രോഗികൾ അതുപോലെ യാത്രക്കാർ അതിൻ്റെ മര്യാദകളൊക്കെ പറയുന്ന ആയത്തിൻ്റെ ഇടയിൽ ഒരു വാക്ക്, അള്ളാഹുവിൻ്റെ ഒരു പരാമർശം കാണാൻ സാധിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ വളരെ സമീപസ്ഥനാണെന്ന് നബിയെ നിങ്ങൾ പറയണം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറയണം നബിയെ. ഒരു പ്രതീക്ഷയല്ലേ നമുക്ക് ആയത്ത്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. നമ്മൾ പ്രാർത്ഥിക്കണം, മനമുരുകി ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തണം. മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാണ്, ഒരാൾ അയാളുടെ കാര്യം നടക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനക്ക് അള്ളാന്റെ അടുത്ത് മികച്ച സ്ഥാനമുണ്ട്. പ്രാർത്ഥന എന്ന ഇബാദത്തിന് വലിയ സ്ഥാനമുണ്ട്.
ഫഹുവ അക്റമു ശൈഇൻ അലല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന നന്മയാണ് ഒരാളുടെ പ്രാർത്ഥന. വഖദ് യുറദ്ദുൽ ഖളാ, ഒരാളുടെ പ്രാർത്ഥന അയാളുടെ വിധിയെ തടുക്കാൻ മാത്രം ശേഷിയുള്ള സാധനമാണ്. വദുആഉൽ മുസ്ലിമി മുസ്തജാബുൻ, ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഇല്ലൽ മവാനിഅ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നടക്കരുത്. അയാളുടെ സമ്പത്തിൽ ഹറാമ് കൂടിക്കലർന്നിട്ടുണ്ടോ, അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമുണ്ട്. അയാൾ കുടുംബ ബന്ധം വിച്ഛേദിച്ച മനുഷ്യനാണോ, ഇത് റമദാനെന്ന് ഒഴിവല്ലട്ടോ, എല്ലാ പ്രാർത്ഥനയിലും പെട്ടു. കുടുംബ ബന്ധം വിച്ഛേദിച്ചൊരു മനുഷ്യനാണോ, അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളില്ലാത്ത മുസ്ലിമിന്റെ പ്രാർത്ഥനയ്ക്ക് ജവാബുണ്ട്. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന് താഴെ പറയുന്ന 3 നേട്ടങ്ങൾ നേടാൻ പറ്റും. ഇമ്മ അൻ തുഅജ്ജൽ ദഅവത, ചിലപ്പോൾ പ്രാർത്ഥിച്ച കാര്യം അപ്പൊ തന്നെ ശരിയാകും. എന്തോ ഒരു പ്രയാസത്തിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു, ദിവസങ്ങൾക്കകം ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ചിലപ്പോ ദുനിയാവിൽ ആ പ്രാർത്ഥനക്ക് ഒരു ഫലം കിട്ടൂല, നാളെ പരലോകത്ത് അതൊരു വമ്പിച്ച പ്രതിഫലാക്കിയിട്ട് പടച്ചോൻ നമുക്ക് തരും. ഇത് രണ്ടുമല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ദുരിതത്തിൽ നിന്ന് അവന്റെ നേരത്തെ അവൻ പ്രാർത്ഥിച്ചൊരു കാര്യം കൊണ്ട് അവനെ രക്ഷപ്പെടുത്തും. നമുക്കെന്ത് നഷ്ടമാ വരാനുള്ളത്? ഉത്തരം കിട്ടുമെന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയവും സന്ദർഭവും ഒക്കെ പഠിപ്പിച്ചു. എല്ലാ ദിവസവും രാത്രിയുടെ 1/3 ഭാഗം, 2 ഭാഗം കഴിഞ്ഞ അവസാന ഭാഗം എല്ലാ രാത്രിയിലുമുണ്ട്. റമദാനിൽ അത്താഴത്തിന്റെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ രാവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വെള്ളിയാഴ്ച പകല് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചു. വഖത്മിൽ ഖുർആനി, ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വെച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമുണ്ട്. അതുപോലെ സുജൂദിലും സലാം വീട്ടുന്നതിന് മുമ്പൊക്കെയുള്ള പ്രാർത്ഥനകളിൽ അവർക്ക് ഉത്തരമുണ്ട്. വളരെ അദബോടെ മര്യാദയോടെ പ്രാർത്ഥന നിർവഹിക്കുക. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. തളർറുഅൻ വഖുഫിയ, ഭക്തിയോടെ, വിനയത്തോടെ, താഴ്മയോടെ, പതുക്കെ പ്രാർത്ഥിക്കണം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിടുന്ന ഒരാളെയും അല്ലാഹുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയമാണിത്. പ്രിയപ്പെട്ട നമ്മുടെ ഗസയിലെ, ഫലസ്തീനിലെ 430 പിന്നീട് കഴിഞ്ഞ ദിവസം 70 ആളുകളെ വേറെയും കൂട്ടം കുരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കിരാതമാർക്കെതിരെ നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. മുഅ്മിനീങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. കൊന്നൊടുക്കുന്നതിൽ ഭൂരിഭാഗവും ചോര പൈതലുകളെയാണെന്നത് നമ്മുടെ വീട്ടിലെ മക്കളെ മനസ്സിൽ തട്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഈ ഫലസ്തീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടി. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലെ സ്ഥിരമായി ഖിദ്മത്തൊക്കെ ചെയ്യുന്ന നമ്മുടെ നസീർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ മകൻ ഹാഫിദ് മുഹമ്മദ് കഴിഞ്ഞൊരു ദിവസമുണ്ടായ ആക്സിഡന്റിൽ വലിയൊരു പരിക്ക് പറ്റി കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അവരുടെ മാതാവിൻ്റെ പിതാവിൻ്റെ നെഞ്ചുപൊട്ടിയ വേദനിക്കുന്ന ആ ഒരു സഹായത്തേട്ടം, ഒരു ചോദ്യമുണ്ടല്ലോ, നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വികാരത്തെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു വ്യക്തിപരമായ, നമ്മുടെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കൊണ്ട് നമ്മളൊക്കെ കൃത്യമായി പ്രാർത്ഥിക്കണം. അല്ലാഹു ആ സഹോദരനെ, കുട്ടിക്ക് എത്രയും വേഗത്തിൽ പൂർണ്ണമായ ശിഫ നൽകി ആശുപത്രിയിൽ നിന്ന് സുരക്ഷിതമായി മോചനം അല്ലാഹു നൽകുമാറാകട്ടെ. ഫലസ്തീനിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു തആല സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. സഹോദരങ്ങളുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിൽ മറ്റുമൊക്കെ കഴിഞ്ഞു പോകുന്ന പലരും രോഗികളായവരുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും രോഗത്തെ സമ്പൂർണ്ണമാക്കി നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന പലരുമുണ്ട്. നാളെ മുതൽ ഈ റമദാനിൻ്റെ അവസാനത്തെ ദിനം വരെ മുഴുവൻ ദിവസത്തെയും ഇഫ്താർ ഇസ്മായിൽ എന്ന ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അള്ളാഹു അവരുടെ ഏതോ ഒരു നീയത്തിൻ്റെയും മുറാദിൻ്റെയും പിന്നിലാണെങ്കിൽ അള്ളാഹു ആ ലക്ഷ്യത്തെ അവർക്ക് സാധൂകരിച്ച് നൽകുമാറാകട്ടെ. വലിയ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ
പെരുന്നാൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും വേഗത്തിൽ ഒരുങ്ങേണ്ടുന്ന ഫിത്ർ സക്കാത്ത് അതിൻ്റെ അവസാന സമയത്തേക്ക് കൊണ്ടുപോയി മാറ്റിവെക്കാതെ പരമാവധി നേരത്തെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ടതുണ്ട്. കൃത്യമായി പള്ളിയിൽ നിന്നാകുമ്പോൾ അത് ശേഖരിക്കണം, അതിന് ഫണ്ട് കളക്ട് ചെയ്യണം, പാക്ക് ചെയ്യണം. ഒരു ഒരുക്കം ആവശ്യമാണ്. ഓരോ വ്യക്തിക്കും വീട്ടിലുള്ള ഓരോ കുട്ടിയെയും ഓരോ അംഗങ്ങളെയും കണക്കിലെടുത്ത് ഒരു വ്യക്തിക്ക് പുഴുക്കലരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 140 രൂപയും നേരിയരിയാണെങ്കിൽ 270 രൂപയും കണക്ക് കൂട്ടി വീട്ടിലെ അംഗങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ച് മൊത്തം സംഖ്യ പുറത്ത് കൗണ്ടർ ഉണ്ടാകും. കഴിയും താല്പര്യമുള്ള ആളുകൾക്ക് അത് പുറത്ത് നൽകാം. ഈദ് കിസ്വയുടെ ഫണ്ട് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പുറത്ത് അതിന് കൗണ്ടർ ഉണ്ടാകും. അതിന് ബന്ധപ്പെട്ട് സഹകരിക്കുക. ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ സ്വതക്ക ചോദിക്കുന്നത്. ഒരുപക്ഷേ നമ്മൾ എത്രയോ നമസ്കാരങ്ങൾ ഇവിടെ നിർവഹിച്ചു പോകുന്നു, ഒതു ഉണ്ടാക്കി പോകുന്നു, ബാത്റൂം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ അതിനുവേണ്ടി സഹകരിച്ച ആളുകളുടെ പ്രതിഫലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ നൽകുന്ന ഒരു സ്വതക്ക കൊണ്ട് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമുക്ക് മുറിയാത്ത ഒരു കർമ്മം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ നിലനിൽക്കുന്ന ഒരു സ്വതക്കയുടെ ഭാഗമായി നമ്മുടെ പള്ളി പരിപാലന ഫണ്ടുകളെ എപ്പോഴും എല്ലാ ആഴ്ചയിലും നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ സതുദ്ദേശ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم انصر إخواننا في فلسطين. اللهم إنهم مغلوبون فانتصر. اللهم أغث لأهل فلسطين. اللهم دمر أعداءك وأعداء الدين من اليهود والنصارى. اللهم انصر إخواننا في فلسطين. اللهم اشف مرضانا واغفر لموتانا. اللهم تقبل توبتنا. اللهم تقبل صدقاتنا. اللهم ربنا آمنا فاكتبنا مع الشاهدين. اللهم ربنا توفنا مسلمين وألحقنا بالصالحين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم دمر أعداءك وأعداء الدين من اليهود والنصارى. اللهم انصرنا. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.